പൊതുവെ സാധാരണ താരനാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന മറ്റവസ്ഥകളും ഉണ്ട്. ഡ്രൈ സ്കിൻ ഓൺ സ്കാൽപ്പ്, മാലസീസിയ ഫംഗസ്, സെബോറിക് ഡെർമറ്റൈറ്റിസ്, സ്കാൽപ്പ് സോറിയാസിസ്. ഡ്രൈ സ്കിന്നിലുള്ളവരിൽ പൊതുവെ കണ്ടുവരുന്നതാണ് ഫ്ലാക്കിനെസ് അഥവാ തലയോട്ടിയിലെ വെള്ളപ്പൊടി പോലെ കാണപ്പെടുന്നത്. ഈ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ഹെയർ ഓയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് മാലസീസിയ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന കുരുക്കള്, തലയോട്ടിയിൽ ഉണ്ടാകുന്ന ചൊറിച്ചില്. പിന്നെ അതുപോലെ തലയോട്ടിയിൽ മാത്രമല്ല, ചെവിയുടെ പിറകിലും പുരികത്തിലും താടിയിലും നെഞ്ചിലും ഒക്കെ നമുക്കിത് കാണാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കണ്ടീഷനാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് എണ്ണമയം കൂടുതലുള്ള സ്കാൽപ്പിൽ കണ്ടുവരുന്നതാണ് ഈ ഒരു അവസ്ഥ. ഇത് കൂടുതലായിട്ടും കട്ടിയുള്ള മുടിയുള്ളവർക്കാണ് കണ്ടുവരുന്നത്. അതായത് തലയിൽ ഒരു പൊറ്റ പോലെയാണ് ഇത് കണ്ടുവരുന്നത്. പിന്നെ വരുന്നൊരു പ്രശ്നമാണ് നമ്മൾ സ്കാൽപ്പ് സോറിയാസിസ് എന്ന് പറയുന്നത്. അത് നമ്മൾ വിചാരിക്കുന്നതിലും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമ്മളെ ഈ കഴുത്തിന്റെ പിറകിൽ, അതായത് നമ്മൾ ഈ ഹെയർ ലൈൻ തുടങ്ങുന്നിടത്തുനിന്നാണ് അത് പൊറ്റ പോലെ കാണപ്പെടുന്ന ഒരു സാധനമാണ്. അത് ചില സമയങ്ങളിൽ പൊളിഞ്ഞു വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മേൽ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സ്കാൽപ്പ് സോറിയാസിസ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഡ്രൈ സ്കിൻ ഓൺ സ്കാൽപ്പിന്റെ ആ ഒരു അവസ്ഥ ഒഴികെ ബാക്കി വരുന്ന 3 കണ്ടീഷൻസും നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് ട്രീറ്റ്മെന്റ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഞങ്ങൾ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നു.